വെൽക്കം ടു പുതിയ വീഡിയോ. ഇന്നാണെങ്കിൽ നട്ടപാതിരക്ക് വെച്ചാണ് മസനയുടെ ഊട്ടി കൂടെ എടുക്കുകയോ പോകും. ഇതാണെങ്കിൽ 2-3 ആഴ്ച മുന്നേ എടുത്ത വീടിനെ കുറച്ച് മടിയടിങ്ങനെ പോകും. ഹലോ മൈ ഗായ്സ്, ഇവരോടൊന്നും മുണ്ടാനും പറ്റില്ല പറഞ്ഞപ്പോ എന്താ അങ്ങനെ നട്ടപാതിരക്ക് പെരയുന്ന ഇറങ്ങിയതല്ല. അങ്ങനെ സുബൈഭാഗം കൊടുത്തു. അവിടുത്തെ വള്ളത്തിന് ഒരു തണുപ്പിന്റെ മോനെ ഒരു രക്ഷയില്ല. ഐസുമളം കൊണ്ട് പോറേക്കണത്. അങ്ങനെ അതിന്റെ അടിക്കൂടെ നിസ്കാരം കഴിഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ നേരം വെളുക്കൊളിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ തുടങ്ങിട്ടോ. മസനയുടെ ഊട്ടി കൂടെ എടുക്കുകയോ ഒരു യാത്ര. മാനൊക്കെ കാണാത്തൊരു കണ്ടോളി. പിന്നെ അവരാണെങ്കിൽ ഇമ്മയും ബാപ്പി കുടുംബക്കാരും ഒക്കെ ഉണ്ടായി. ആരുടെ മാന്റെ ഓന്റെ മാത്രല്ല ഇയാളും. അങ്ങനെ ചെക്കന്മാർ ചാറ്റാണ് നമ്മളെ സ്ഥലം വിട്ടു. അങ്ങനെ അതിന്റെ അടിക്കൂടെ ഫോട്ടോ കാണുന്നുണ്ട്. അതിലാണ് കാക്കും നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കണം, എന്നും കൂട്ടി എടുത്താൽ മതി പറഞ്ഞിട്ട്. ചെക്കനാണ് അങ്ങനെ ഓന്റെ ഒന്ന് ഫോട്ടോ കാഴ്ച പോലെ കൊടുക്കുന്നത്. ഓനാണെങ്കിൽ വണ്ടിന്റെ മേലെ ഇറങ്ങി താഴ്ന്ന് എടുക്കാറോ അടിച്ചാൻ വരും. അപ്പൊ ചായ ഇല്ല കുറച്ച് കണക്കെ പറയാം. അങ്ങനെ ഫോട്ടോകളൊക്കെ കഴിഞ്ഞു. ഈ ചെങ്ങായിക്കാണെങ്കിൽ ഒരു റെസ്പെക്ട് ഇല്ല. സെലിബ്രേഷനും വണ്ടിനും മുമ്പ് കൂടെ പോവാം. അങ്ങനെ വാർ ചായ പിടി കയറിട്ടോ. അവിടെയാണെങ്കിൽ ഇഡ്ഡലിയും വാട്ടിയും സാമ്പാറ് കൂട്ടി അടിച്ചിട്ടു. അതിൽ പോന്നപ്പോൾ പിന്നെ ഫാൻസ് ഹായ് എന്താ കാട്ടുന്നത്. സെലിബ്രേറ്റ് ആയില്ലേ, കേരളത്തിലല്ല പോകും. അങ്ങനെ എന്തായാലും അടിപൊളി വ്യൂ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ എന്തായാലും പോയി ഊട്ടിയിലൊക്കെ എത്തിയാലോ. ഊട്ടി കാണത്തിന് വാടക കണ്ടുള്ളൂ. എല്ലാം ഞാൻ തന്നെ കാണിച്ചു പറഞ്ഞപ്പോ എത്തപ്പോ കണ്ടു. എപ്പോഴും ഞാൻ ഉണ്ടായിക്കൊണ്ടൊന്നുമില്ല. അങ്ങനെ എന്തായാലും അവിടുത്തെ കുറച്ച് പച്ചവെള്ളം വാങ്ങാൻ വെച്ചപ്പോ അവിടെ ചേർത്തൊന്നും തരൂലോ. വലിയ കുപ്പിന്നെ വാങ്ങണം. ആയിക്കോട്ടെ, പ്രശ്നമില്ല. അങ്ങനെ അത് കൊടുത്തിട്ടു. അങ്ങനെ അതിന്റെ അടി കൂടെ ഇത് നടക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് നേരെ കോയമ്പത്തൂർ പോയി വാൾപ്പ. അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ചെക്ക് പോസ്റ്റ് കടന്ന പോലെ 5 കഴിഞ്ഞിട്ടോ. ആടെ പോകുന്ന അടി ചെക്ക് പോസ്റ്റ് ക്രോസ് ആക്കുമല്ലോ. അവിടുത്തെ വ്യൂ ആണെങ്കിൽ ഒരു രക്ഷയില്ല. അങ്ങനെ ടോട്ടലായിട്ട് 40,000 പിന്നെ കണ്ടു. ഈ ഒരു മണിക്കൂറിൽ എന്തൊക്കെ നടന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. സ്ഥലം കണ്ടോച്ചാ കണ്ട് ഇല്ലച്ചല്ല. എന്തായാലും ഒരു രക്ഷയില്ലാത്ത മഴക്കാലം കൂടെ ഒക്കെയാണെങ്കിൽ ഞാൻ പറയണം. അങ്ങനെ അടിയിലെത്തി പോകുന്ന ആർഡർ എന്തൊക്കെയോ ഭാഗം കൊണ്ട് ഞങ്ങൾക്ക് പാസ് അല്ലെങ്കിൽ അവിടുത്തെ കിടക്കും. അങ്ങനെ 2-3 മണിക്കൂർ ആനക്കൂട്ട് നമ്മളെ പോസ്റ്റ് ആക്കിട്ടോ. എന്തപ്പോ കാട്ടുന്നത്, ആനയിൽ പോയി ഫ്രണ്ട് എടുക്കുക റിവേഴ്സ് എടുക്കുക അതന്നെ പണി. അങ്ങനെ 10-12 വാഴച്ചാലും ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മളിപ്പോ എല്ലാത്തിനും കട്ടൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായി. ഓരോട് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ പോകും. അങ്ങനെ അതിനായിട്ട് കൂടെ ഉറക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ചായ കുടിച്ച് നമ്മൾ നേരെ പരിക്കുന്നുണ്ടോ. പിന്നെപ്പോ എന്താ, പിന്നെപ്പോ ഒന്നും ഇല്ലല്ലേ. എന്നാ പിന്നെ അടുത്തേ കാണാം.